പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഞാൻ എം ഡിയുടെ ആരാധകനും എം ഡിയുടെ വായനക്കാരനാണ്. അപ്പോൾ അന്ന് എൻ്റെ ഈ അഭിനയ ആഗ്രഹങ്ങൾ ഈ എം ടിയുടെ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ ഉരുവിട്ട് പഠിച്ചുകൊണ്ടാണ് ഞാനിത് ഈ മോഡുലേഷൻസ് പഠിക്കുന്നത്. ഇപ്പോൾ അപ്പുവായാലും സേതുവായാലും ഓരോ പ്രായമനുസരിച്ച് നമ്മൾ വളരുന്നതനുസരിച്ചിട്ട് കഥാപാത്രങ്ങൾ വളരുന്നുണ്ട്, അതനുസരിച്ചുള്ള താല്പര്യങ്ങൾ വളരുന്നുണ്ട്. അങ്ങനെ എം ടി എൻ കഥാപാത്രങ്ങളോടുള്ള ഒരു ഒബ്സഷൻ എനിക്കുണ്ട്. അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ, സിനിമയിൽ അദ്ദേഹം എന്നെ വെച്ച് സിനിമ എടുക്കുകയോ എനിക്ക് വേണ്ടി എഴുതുമെന്ന് ആലോചിച്ചിട്ടല്ല. ഈ കഥ എഴുതുന്ന സമയത്ത് എന്നെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാകും, മനസ്സിലുണ്ടാകും. അങ്ങനെയൊക്കെ കഥകളും കഥാപാത്രങ്ങളും ഉണ്ടാകാറുണ്ട്. അതൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി സംഭാഷണം എഴുതുമ്പോൾ എൻ്റെ ശബ്ദത്തിൽ അത് കേൾക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു. പിൽക്കാലൻ്റെ സ്വപ്നങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഷൂട്ടെടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ പുള്ളിയുടെ ബീഡി പാക്കറ്റ് തന്നു. ഞാൻ ആ ബീഡിയും പാക്കറ്റും കൂടെ എടുത്ത് പോക്കറ്റിലിട്ടു എൻ്റെ. അത് ഞാനിങ്ങനെ പുള്ളിയുടെ പുറകിൽ ഇങ്ങനെ ഷോട്ട് എടുക്കുമ്പോൾ ഇരിക്കുക എന്നെ സംസാരിച്ചുകൊണ്ട് ഈ എൻ്റെ പോക്കറ്റിൽ നിന്ന് പുള്ളി ഈ ബീഡി എടുത്ത് പുള്ളി സ്വന്തമായിട്ട് വലിച്ചു. എന്നിട്ട് എനിക്ക് നീട്ടി, ഞാനും അവരോട് വലിച്ചു. അങ്ങനെ ഒരു സൗഹൃദമുണ്ട്. അത് മറ്റു നടന്മാരോട് അവിടെ ആരോടും കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫൈൻഡുകളായിട്ടുള്ള പലരും വേറെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അക്ഷരലോകത്തെ അപൂർവ പ്രതിഭകളാണ്. നമ്മുടെ ഇനിയും മലയാളം സംസാരിക്കാൻ, മലയാളം വായിക്കാനും കേരളത്തിലെ ജനങ്ങളുള്ളിടത്തോളം കാലം വരെയൊക്കെ വീണ്ടും വായിക്കും. ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എൻ്റെ ഭാഷ. മറ്റു ഭാരതീയ ഭാഷകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിദീർഘമായ ഒരു ചരിത്രം ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല. പക്ഷേ ഞങ്ങളുടെ ഭാഷ സജീവമാണ്, ചലനാത്മകമാണ്. ഇന്ത്യയിലെയും വിദേശത്തെയും ഭാഷകളിൽ വന്ന മഹത്തായ സൃഷ്ടികളെ എന്നും ഞങ്ങൾ മലയാളികൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക സ്ഥാപനങ്ങൾ നിലവിൽ വരുന്നതിന് വളരെ മുമ്പ് തന്നെ പലരും ഹിന്ദിയും ബംഗാളിയും മറാത്തിയും മറ്റു ഭാഷകളും പഠിച്ച് ശ്രദ്ധേയമായ കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതോടൊപ്പം ടോൾസ്റ്റോയ്, ദസ്തയേവ്സ്കി, ചെഖോവ്, മോപ്പസാങ്, ഫ്ലോബേർ, വിക്ടർ ഹ്യൂഗോ തുടങ്ങിയവരുടെ കൃതികളുടെ വിവർത്തനങ്ങളും ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. മഹത്തായ സാഹിത്യകൃതികൾ അവ ഏതു ഭാഷയിൽ എഴുതപ്പെട്ടാലും ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണെന്ന് അന്നും ഇന്നും മലയാളികൾ കരുതുന്നു. എം ടിയുടെ ഹൃദയത്തിലേക്ക് ഒരു ഇരിപ്പിടം കിട്ടിയ, എം ടിയുടെ ഹൃദയത്തിൽ ഒരു ഇടം കിട്ടിയ ഒരു വ്യക്തി എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായും എം ടിയെക്കുറിച്ച് വളരെ പ്രധാനമായിട്ടും മമ്മൂട്ടി ഓർത്തെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ. വാസേട്ടൻ മരിക്കരുതെന്ന് ഞാൻ നേർച്ചകൾ നേർന്നു. മാഹി പള്ളിയിലേക്കൊക്കെ മാതാവിന് മെഴുകുതിരി കത്തിക്കാൻ നേർച്ച നേർന്നു. വാസേട്ടൻ എപ്പോഴൊന്നും മരിക്കരുത്. നമ്മൾ മലയാളികൾക്ക് നമ്മുടെ നാടിൻ്റെയും ഭാഷയുടെയും സിനിമയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ എല്ലാം അഭിമാനവും അടയാളവുമായിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് ശ്രീ എം ടി സാർ. ഓരോ കഥാപാത്രവും താനാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള നോവലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. പ്രത്യേകിച്ച് വള്ളുവനാടനും അതുപോലെ നിള നദിയുടെ ഒരു ഭാരതപ്പുഴയുടെ ഒരു സംസ്കാരം എന്താണെന്ന് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു അപൂർവ പ്രതിഭാസമാണ്. In the passing of M.T. Vasudevan Nair, we have lost a great writer, a great storyteller, and a person who made an epochal contribution to Malayalam literature. വ്യക്തിപരമായി എനിക്ക് അധികമൊന്നും ഇടപഴകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു
എഴുത്തുകാരനല്ല MT. പക്ഷേ സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ നേരത്തെ മുന്നിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. MT ഇല്ലാത്തൊരു കാലം, MT അനുസ്മരിക്കേണ്ട ഒരു കാലം, ഇക്കാലം അത്രയും ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ KLF-ന് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വളരെ വിവാദമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടന്ന ആ വേദിയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തിരുന്നു. ഒരുപാട് വർഷത്തെ ബന്ധവും എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നിരിക്കുന്ന ആളുമാണ്. ഇന്ന് 2 ദിവസം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ എനിക്ക് അഭിനയിക്കാനും സാധിച്ചു. അമൃതംഗമയ എന്ന ചിത്രത്തിൽ വളരെയധികം ഒരുപാട് പ്രാവശ്യം കാണുന്നില്ലായിരുന്നെങ്കിലും വളരെയധികം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ്. അപ്പം ആ സെറ്റിൽ അദ്ദേഹത്തിന് വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ നാടകങ്ങൾ കാണാനായിട്ട് അദ്ദേഹം ബോംബെയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ സംസ്കൃത നാടകങ്ങൾ കാണാനായിട്ട്. കാലിക്കറ്റ് വരുമ്പോൾ ചിലപ്പോൾ കാണുമായിരുന്നു. ബേബി മറൈൻസ് ബാബുച്ചേൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹമായിട്ട് കാണുമായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയാനാണ്, മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, ചലച്ചിത്രകാരൻ. അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ്. ആരോഗ്യാവസ്ഥയൊക്കെ മോശമായ സാഹചര്യത്തിൽ ഒക്കെ അറിയാം. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യായിരുന്നു. എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്നവരാകട്ടെ, എഴുത്തുകാരൻ എന്നും തന്നെത്താൻ വിചാരിക്കുന്നവരാകട്ടെ, എഴുത്തുകാരൻ എന്ന് അംഗീകരിക്കപ്പെട്ടവരാകട്ടെ, അവരെല്ലാവർക്കും MT വാസുദേവൻ സാറിൻ്റെ എഴുത്തുകളെ ഓർക്കുമ്പോൾ ഉണ്ടാവുന്ന വികാരങ്ങൾ പലതരപ്പെട്ടതാണ്. ബഹുമാനവും അസൂയയും ഭയവും സ്നേഹവും തോന്നും. 19 വയസ്സിൽ MTV സാറിൻ്റെ വിസ്തീർണം എനിക്ക് കന്യാകുമാരി ചിത്രം അഭിനയിക്കുമ്പോൾ മുഴുവൻ മനസ്സിലായില്ല. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് MTV സാറിൻ്റെ നിർമാല്യം കാണാറുണ്ടായി. എനിക്ക് സിനിമയോടുള്ള പ്രേമം, മോഹം ഒരു ചെറിയ വിളക്കാണെങ്കിൽ അതിനെ അഗ്നികുണ്ഡമാക്കിയത് നിർമാല്യം ചിത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യജിത് റേ, ശ്യാം ബനഗൽ, MTV സാർ, ഗിരീഷ് കാർനാഡ് എല്ലാം വേറെ വേറെ രാജ്യത്തിൽ ജനിച്ചവരാണെങ്കിലും സഹോദരന്മാരാണ്. നോവലിസ്റ്റ്, എഡിറ്റർ, സ്ക്രീൻ പ്ലേ റൈറ്റർ എന്ന് എല്ലാ രംഗങ്ങളിലും വിജയിച്ച എഴുത്തുകാരനാണ്.